വിമാനാപകടത്തിൽ ജീവൻ പൊലിഞ്ഞ പത്തനംതിട്ട പുല്ലാട് സ്വദേശിനി രഞ്ജിത ജി നായരുടെ വിയോഗം ഉൾക്കൊള്ളാനാകാതെ ജന്മനാട്. രഞ്ജിതയുടെ കുഞ്ഞുങ്ങളെയും പ്രായമായ അമ്മയെയും എങ്ങനെ ആശ്വസിപ്പിക്കുമെന്നറിയാത്ത നിസ്സഹായ അവസ്ഥയിലാണ് വീട്ടിലേക്ക് എത്തുന്നവരെല്ലാം. DNA പരിശോധനയ്ക്കായി രഞ്ജിതയുടെ സഹോദരൻ രതീഷ് അഹമ്മദാബാദിലേക്ക് പുറപ്പെട്ടു. കണ്ണീരാണിവിടെ. ഈ വീട്ടിലെത്തുന്നവർ വിതുമ്പലോണിയല്ലാതെ ഇവിടെ നിൽക്കില്ല. രഞ്ജിതയുടെ 2 മക്കളും ഈ വീട്ടിലുണ്ട്. കരച്ചിലടക്കാനാകാതെ പ്രായമായ അമ്മ ഇവിടെയുണ്ട്. ഇവരെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കും? എങ്ങനെ ആശ്വസിപ്പിക്കും? എന്തു പറഞ്ഞാലാണ് സമാധാനിപ്പിക്കാനാവുക? ഈ ഒരു നിസ്സഹായ അവസ്ഥയിലാണ് ഈ വീട്ടിലേക്ക് എത്തുന്നവരെല്ലാം. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇളയ മകൾ ഇതികയ്ക്ക് സ്വാതന്ത്ര്യമേക്കാൻ കുഞ്ഞിന്റെ സുഹൃത്തുക്കൾ വീട്ടിലേക്ക് എത്തി. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മന്ത്രി വീണ ജോർജ്, ആന്റണി MP, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, മതമേലധ്യക്ഷന്മാർ തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരെല്ലാം വീട്ടിലെത്തി അനുശോചനം രേഖപ്പെടുത്തുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്നലെ രാത്രി തന്നെ വീട്ടിലെത്തി കുടുംബത്തെ ആശ്വസിപ്പിച്ചിരുന്നു. കേന്ദ്ര വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു രഞ്ജിതയുടെ മാതാവിനെയും സഹോദരനെയും ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിച്ചു. DNA പരിശോധനയാണ് ഇനി പ്രധാനം. ഇതിനായി രഞ്ജിതയുടെ ഇളയ സഹോദരൻ രതീഷ് അഹമ്മദാബാദിലേക്ക് ബന്ധുവിനൊപ്പം പുറപ്പെട്ടു. വിമാനത്താവളം മുതൽ വ്യോമയാന മന്ത്രാലയത്തിന്റെ ഉദ്യോഗസ്ഥർ രഞ്ജിതയുടെ സഹോദരനൊപ്പം ചേർന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി സഹോദരനെ അറിയിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ രഞ്ജിതയെ ഓർത്തെടുക്കുന്നതിങ്ങനെ. 10 വർഷത്തെ പ്രവാസം, ആതുര സേവന രംഗത്ത് മികവ് പുലർത്തിയ നഴ്സ്, ഒമാനിൽ ജോലി ചെയ്യുന്നതിനിടയിൽ കഷ്ടപ്പെട്ടുള്ള കേരള PSC പഠനം, ഒടുവിൽ കേരളത്തിൽ സർക്കാർ ജോലിയും ലഭിക്കുന്നു. കുടുംബത്തിന് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിനു വേണ്ടി സർക്കാർ ജോലിയിൽ അവധി അപേക്ഷിച്ച് വീണ്ടും വിദേശത്തേക്ക് പോകുന്നു. ദീർഘകാലം ഒമാനിൽ നഴ്സ്, 1 വർഷം മുൻപ് ലണ്ടനിൽ ജോലി ലഭിക്കുന്നു. കുറച്ചുനാൾ കൂടി ലണ്ടനിൽ തന്നെ തുടരണം. ഇതിനായി സർക്കാർ ജോലിയിലെ അവധി അപേക്ഷ നീട്ടി നൽകുന്നതിനായുള്ള നടപടിക്രമങ്ങൾക്ക് നാട്ടിലെത്തി മടങ്ങിയതാണ് രഞ്ജിത. ഓണത്തിന് തിരികെ നാട്ടിലെത്താം. ഇനി അധികനാൾ പ്രവാസ ജീവിതം വേണ്ട. മക്കളോടും അമ്മയോടുമൊപ്പം നാട്ടിലെ സർക്കാർ ആശുപത്രിയിൽ ജോലി ചെയ്ത് ഇനി ജീവിക്കാം. ഈ സ്വപ്നങ്ങളെല്ലാം ബാക്കി വെച്ചാണ് ആകാശ ദുരന്തത്തിൽ രഞ്ജിതയുടെ ജീവൻ പൊലിഞ്ഞത്. ജനം, പത്തനംതിട്ട.